ആയിരിക്കും. സോ വൈൽ വി ആർ ഓൾ പ്രേയിങ് ടുഗദർ, നാം ഒന്നിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദിസ് വേർഡ് ഹാസ് കം ടു മീ ഫ്രം ലാസ്റ്റ് ഫ്രൈഡേ ഓൺവേഴ്സ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ വചനം എടുക്കുന്നത്. ദിസ് ഫസ്റ്റ് ടൈം ഐ എം ഷെയറിങ് ദിസ് വേർഡ്. ഈ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദയവായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 47-48 വാക്യങ്ങള്. ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 47 and 48 ഞാൻ വായിക്കുന്നു. ഐ എം റീഡിങ് ഫോർ യു. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, വി താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. In this, through this media, you are given this opportunity to glorify and magnify your name, Father. ഇങ്ങനെ ഈ മീഡിയയിൽ കൂടി അങ്ങേ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടി ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും അങ്ങയുടെ ആത്മാവ് സംസാരിക്കുകയും അതവരുടെ ജീവിതത്തിൽ വിടുതലായി ഭവിക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ തനിനാമത്തിൽ തന്നെ, ആമേൻ. നാം ഇവിടെ നോക്കുമ്പോൾ 3 പ്രാവശ്യം 3 വ്യത്യസ്ത രീതിയിൽ 3 times in the different way Jesus Christ was anointed with valuable ointment in this world. 3 സ്ത്രീകളാണ്. നമ്മളെല്ലാവരും യേശുവേ നീ എന്നെ അനുഗ്രഹിക്കണം, യു അനോയിന്റ് മീ, ബ്ലസ് മീ, ബ്ലസ് മീ, ബ്ലസ് മീ, ബ്ലസ് മീ, ബ്ലസ് മീ എന്ന് പറയുന്നതാകുന്ന ജീവിതങ്ങളാണ് നാം. എന്നാൽ നാം പലപ്പോഴും ദൈവത്തിന് വേണ്ടി നാം എന്താണ് നാം ചെയ്യുന്നത്, വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഫോർ ഗോഡ്, അത് ആ ഒരു ചിന്തയാണ് ഫ്രം ലാസ്റ്റ് ഫ്രൈഡേ ഓൺവേഴ്സ്, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നാം നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങള് യേശു ക്രിസ്തുവിനെ ഒരു ഭക്ഷണത്തിന് വിളിച്ചിരിക്കുക. ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ യേശു അവിടെ ചെന്നു. But there is a lady who came, she was not invited for that dinner. അവളെ ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ത്രീയാ. But she was a sinner in that town. ആ പട്ടണത്തിലേക്കും ഏറ്റവും വലിയ പാപിയ. അവൾ ആരും കാണാതെ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്ന് വലിയേറിയ 300 വെള്ളിക്കാശ് വിലയുള്ളതാകുന്ന തൈലം യേശുവിന്റെ കാൽക്കൽ ഒഴിച്ച് തന്റെ തലമുടി കൊണ്ട് തുടച്ചതാകുന്ന ഒരനുഭവം. ഇത് കണ്ടപ്പോൾ തന്നെ ഭക്ഷണത്തിന് വിളിച്ചതാകുന്ന ആ ശിമയോൻ എന്ന് പറയുന്ന പരീശൻ, that the person called Simon is murmuring if he is a real prophet or if he is a real Messiah, will he not know who has poured this oil upon him? താൻ ഒരു മശിയാണ്, പ്രവാചകനാണെങ്കിൽ തന്നെ തൊട്ടതാരാണ്, ഈ ഓയിൽ ഒഴിച്ചതാരാണ് എന്ന് അവൻ അറിയത്തില്ലയോ? അവന്റെ ഉള്ളിന്റെ രഹസ്യം മനസ്സിലാക്കി യേശു അവനോട് സംസാരിച്ചു. സോ ഡിയർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, നമ്മളിങ്ങനെ ഈ ആരാധനയിൽ ഇരിക്കുമ്പോഴും അവർ ഹാർട്ട് നോസ് ബൈ ജീസസ്, നമ്മുടെ എല്ലാ ചിന്താഗതികളും അറിയുന്ന ഒരു ദൈവത്തിന്റെ പാദപിടുത്തെങ്കിലാണ് നാം ഇരിക്കുന്നുള്ളതാകുന്ന വസ്തുത നാം ഒരിക്കലും മറക്കരുത്. നെവർ ഫോർഗെറ്റ് ദാറ്റ് God sees our intention. God knows our intention. How much hypocrisy we do it in our life. But God knows our sincerity and our faithful heart. എത്രയെല്ലാം കപടഭക്തി നാം കാണിച്ചാലും
നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം കണ്ടിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. ആ യേശു അവനോട് പറഞ്ഞു, അക്കോർഡിംഗ് ടു ദി സിസ്റ്റം ഓഫ് ദി ജൂയിഷ് പീപ്പിൾ, യഹൂദൻ, നീ എന്നെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ എന്റെ കാല് കഴുകാൻ നീ വെള്ളം തന്നില്ല, എന്നാൽ എന്റെ കാല് തുടയ്ക്കാൻ നീ എനിക്ക് വസ്ത്രം തന്നില്ല. You didn't kiss me. That are all the customs of the Jewish community. Even though he has been called as a guest there, the hospitality he didn't show. അവര് അതിഥിക്ക് കൊടുക്കേണ്ടതാകുന്ന മര്യാദ താൻ കൊടുത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രിയില്, ഈ പകല് ദൈവജനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതാകുന്ന റെസ്പെക്റ്റ്, മര്യാദ, ബഹുമാനം നാം എത്രത്തോളം കൊടുക്കുന്നു? അതിനുശേഷം ഈ സ്ത്രീയോട് യേശു പറയുകയാണ്, ഞാൻ വന്ന സമയം മുതൽ ഇവൾ വിലയേറിയ തൈലം എന്റെ കാൽക്കൽ ഒഴിച്ചു, അവൾ എന്നെ ചുംബിച്ചു, അവിടെ തലമുടി കൊണ്ട് എന്റെ പാദം തുടച്ചു. This is the first attempt you can see. ഇതാദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്, ലൂക്കോസിന്റെ ജോൺ ദി ചാപ്റ്റർ 12 verse 1 to 3 when we read, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം നോക്കുമ്പോൾ, അവിടെ മറിയ എന്ന് പറയുന്ന ഒരു സഹോദരി, she is the sister of Martha or sister of Lazarus, അവളും ഇതേ കാര്യം തന്നെ പ്രവർത്തിച്ചു. അവള് പ്രവർത്തിച്ചത്, തൻ്റെ സഹോദരൻ ഒരുപക്ഷെ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ചെന്നുള്ളതാകുന്ന സന്തോഷ സൂചകമായിട്ട് യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ആ വിലയേറിയ തൈലം അവിടെ ഒഴുക്കിയാണ്. പലരും പറയുന്നുണ്ട്, many people used to say all these 3 persons are one. എന്നാൽ അങ്ങനെയല്ല. Last 3 days I was reading this all 3 scriptures. ഈ എല്ലാ ഭാഗവും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 3 3 വ്യത്യസ്ത വ്യക്തികളാണ്. ബട്ട് ഒരിടത്ത് മാത്രമേ അവളുടെ പേര് പറയുന്നുള്ളൂ. ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ മേരി. ബട്ട് ദി കോസ്റ്റ് ഓഫ് ദിസ് ഓയിൻമെന്റ് വാസ് സെയിം. എല്ലായിടത്തും 300 വെള്ളിക്കാശ് എന്നാണ് പറയുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് സ്നേഹത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി ഏറ്റവും വിലയേറിയത് കൊടുത്തു. കാരണം അവരുടെ പാപം മോചിച്ചു, അവരുടെ സഹോദരന് സൗഖ്യമായി, മരിച്ചവരിൽ നിന്ന് ഉയർത്തു. ഞാൻ നിങ്ങളുമൊക്കെയും പല സാഹചര്യങ്ങളിൽ യേശുവിനെ വിളിച്ചപേക്ഷിച്ച് we are getting blessed or getting healed or our relatives are being risen from the dead. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തില് 1,13 lakhs people around the world when it is affected. 5.15 lakh people are being perished this world. God has protected and sustained. 1,13 ലക്ഷം ജനം രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, even you know in this Marun Nagar, Kadkanelli and Vinay Nagar, all areas, America, last time when I was talking with my cousin, he was telling complete Houston and Texas is affected with it. ഈ സാഹചര്യത്തിൽ ദൈവം നമുക്ക് ഒന്നുകൂടെ ഭൂമിയിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ
ഒരവസരം കൂടെ തന്നുവല്ലോ. Once again, God has given an opportunity to glorify him in this mortal body. How much we love our God. Just examine ourselves. How much we love our God. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം നോക്കുമ്പോൾ യേശുക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Do you love me more than this anything? ഈ കാണുന്ന എല്ലാത്തിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? And we know in the book of Old Testament, Genesis, at the age of 100, Abraham received his promised son, Isaac. But when he was about 18 years old, തനിക്ക് ഏകദേശം 18 വയസ്സ് പ്രായമായപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നമുക്കറിയാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന മകനെ offer me as a burnt sacrifice. It was a painful thing. It was a heartbreaking thing. It was something which nobody can understand it. But he was ready to offer his own begotten son for God's need. We know that story, so I am not going it. ഈ കഥ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. Dear children of God, first, this sinful lady offered the costliest ointment to God, or Jesus anointed him, and because of that, her commitment, ദൈവവുമായിട്ടുള്ളതാകുന്ന ബന്ധം യേശു ആരെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ പാപത്തെ യേശു ക്ഷമിച്ചു. രണ്ടാമത് നാം നോക്കുമ്പോൾ, that was before the triumphal entry of Jesus Christ to Jerusalem. Mary has offered, മറിയ ഏറ്റവും വിലയേറിയതാകുന്ന തന്റെ ഓയിൻമെന്റ് യേശുവിന് വേണ്ടി കൊടുത്തു. That much she loved Jesus. And thirdly, I want to show in the Matthew chapter 26, where we can see that is after, in the Mark chapter 14 also that same word is given, after the triumphal entry and before the crucifixion. യേശു ക്രൂശിൽ മരിക്കുന്നതിന് 2 ദിവസം മുൻപേ, just 2 days before the Passover, we know Jesus was in the house of the Bethania, and that was also a leprosy person's house. ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലായിരുന്നു. We can read Matthew chapter 26, verse 6. We can see യേശു ബഥാനിയില് കുഷ്ഠരോഗി. Gideon, can you read that 26 Matthew chapter 26, verse 6 to 10? While Jesus was in Bethany in the home of Simon the leper, a woman came to him with an alabaster jar of very expensive perfume, which she poured on his head as he was
reclining at the table. While the disciples saw this, they were in indignant. Why this waste? They asked. This perfume could be sold at high price at the money given to the poor. Aware of this, Jesus said to them, why are you bothering this woman? She has done a beautiful thing to me. And read up to 13, please. The poor you will always have with you, but you will not always have me. When she poured this perfume on my body, she did it to prepare me for burial. Truly I tell you, wherever this gospel is preached throughout the world, what she has done will also be told in memory of her. This is the third time in the Mark chapter 14 also we can say. Just 2 days before the crucifixion time. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് 2 ദിവസം മുൻപേ നടന്ന ഒരു സംഭവമാണ്. ഒരു കുഷ്ഠരോഗിയുടെ വീട്ടില് യേശു കടന്നു ചെന്നു. Those days, even the present time also, leprosy is just like a pandemic disease. Nobody touch, nobody enter their house, nobody have any food from there, nobody even drink water from them. കുഷ്ഠരോഗിയുടെ വീട്ടിൽ ആരും കടന്നു പോകത്തില്ല, അവരെ കരുതത്തില്ല. എന്നാൽ യേശു അവിടെ കടന്നു ചെന്നു. Once I told, if you and me touch a leprosy person, we will be affected with leprosy. But when Jesus touched that leprosy person, his leprosy has gone away. ഞാനും നിങ്ങൾ ഒരു കുഷ്ഠരോഗിയെ തൊടുകയാണെങ്കിൽ നമുക്ക് കുഷ്ഠം ലഭിക്കും. എന്നാൽ യേശു തൊട്ടാൽ നമ്മുടെ കുഷ്ഠം നീങ്ങി മാറും. അപ്പോൾ ഈ കുഷ്ഠരോഗിയുടെ വീട്ടില് യേശു ഉണ്ടെന്നറിഞ്ഞിട്ട് ഈ സഹോദരി, this is the thought come in my mind, she may be knowing that when Jesus told already after 2 days I am going to be get crucified. അപ്പോൾ അതിനു മുൻപായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ ദൈവത്തിന് വേണ്ടി? What I can do for my Jesus? That lady thought about it. Once I told, or twice I told in the church, ഇന്നത്തെ ലേക്ക്വുഡ്, ഹൂഷണിലെ ലേക്ക്വുഡ് ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന ജോയൽ ഓസ്റ്റിന്റെ പിതാവ് ജോൺ ഓസ്റ്റിൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, after my death there is no need of putting so much flower and wreath upon my body. While I am alive, you people love me. At least if you give a flower, I can smell it. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ലോകത്തിൽ നാം നോക്കുമ്പോൾ some people will say, even children will say to parents, when you are going to bedridden, I will look after you. Some people will say, oh, I will honor you when you are sick. While your parents or relatives, while you can do something for your parents or your relatives or for God, you should not get hesitated to do it. That will honor us. ഈ സഹോദരിക്ക് അറിയത്തില്ല 2 ദിവസം കഴിഞ്ഞ് യേശു മരിക്കാൻ പോകുന്നു. എന്നാൽ ലഭിക്കുന്ന സമയം, because always I used to say, time and tide will wait for none. സമയം എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കത്തില്ല. Whenever the opportunity we get it, when we should get it, we should glorify our God. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യണം. So this lady, what she did it, she immediately opened the jar and poured upon Jesus. And all the disciples, they were murmuring.
all the disciples, they are murmuring. But Jesus telling, യേശു എന്താണ് പറയുന്നത്? She did a great thing. Think that one. അവൾ ഒരു വലിയ കാര്യം ചെയ്തു. ആ വേർഡ് നമ്മളെ ടച്ച് ചെയ്യുന്ന വേർഡാണ്. ജസ്റ്റ് സി 12th word once again. Can somebody read in English? Can Gideon or Brother Ravi, can you read? When she poured this perfume on my body, she did it to prepare me for burial. She prepared me for the burial. What nicely she told. What nicely God, Jesus answered. അവൾക്ക് ആ ബെറിയലിൽ അവിടെ കടന്നു വരാൻ കഴിയത്തില്ല, എന്നാൽ ഇന്ന് അവൾ ചെയ്തു. പ്രിയമുള്ള ദൈവമക്കളെ, what you have to do today, don't push for tomorrow. ഇന്ന് നാം ചെയ്യുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ ഇന്ന് നാം അത് ചെയ്യുക. അത് നാളത്തേക്ക് ഒരിക്കലും ആകത്തില്ല. അത് ജീവിതത്തിൽ എന്തുമാകട്ടെ. To sharing the gospel, meeting others, praying for others, fasting and praying, എന്തുമാകട്ടെ. When I was in a couple of years back in Houston, one pastor was 40 days he was fasting. He is about 10 years, 10 or 15 years lesser than me. Then he drove from Houston to Dallas to attend for a burial. That is a 4 to 5 hours journey. Then evening he come back. That means 10 hours he drove, and with the fasting again he come back. That 3 days fasting prayer I was conducting. Then I told him, Pastor, why you are fasting and going and coming back? Then he told me, Pastor, when I am healthy, then only I can fast. എനിക്ക് ആരോഗ്യമുള്ളപ്പോഴേ എനിക്ക് ഉപവസിക്കാൻ കഴിയത്തുള്ളല്ലോ. രോഗം പിടിച്ച് ഷുഗർ പിടിച്ച് എനിക്ക് ഫാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. That was really touched me. Yes, many people think, oh, I can do it tomorrow or next week. We'll not get a chance. So ഇവൾ ചെയ്തത് appropriate time, she poured that oil upon the Jesus feet. So Jesus appreciated. And not only that, യേശു അത് മാത്രമല്ല പറഞ്ഞത്, 13th verse പറയുന്നു, ലോകത്തിൽ സുവിശേഷമുള്ളിടത്തോളം കാലം, as long as the gospel is preached in this world, what she did it, that will be proclaimed. Even after 2000 years, while all of you hearing through the Zoom from the different part of the world, today also I am preaching. Why? She did a great things. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് നാം നോക്കുമ്പോൾ nowadays we know every human beings are running after name and fame, but secretly what you do go for God, it is God remember about it, and when the time comes God will give appreciation. ദൈവം നമ്മെ അഭിനന്ദിക്കും. നാം ഈ ലോകത്തിൽ ഇപ്പോഴായിരിക്കുമ്പോൾ we may not get a respect. Even yesterday also one pastor called me from England. He was telling how much, Pastor, I am struggling and going behind and sharing the gospel. Days together I am fasting for some families get saved. In after they don't have a regard, they don't even give a thanks also. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, don't get disappointed. Don't expect anything from others. Because many times, other day I was telling in the morning prayer, ഇന്ന് നാം നോക്കുമ്പോൾ nowadays എന്തെങ്കിലും ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്താ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അത് വലിയ വൈറൽ ആകുന്ന യൂട്യൂബിൽ, that is becoming viral.
then there may be that 1,000 people like the 10,000 people like the other day somebody was telling 850 people given like, but whom I loved so much, he didn't respond. I got so offended and discouraged. For love and affection, we are running here and there. I tell you, dear children of God, neither your wife nor your husband or your children or your parents or your friends will not become a substitute for the love what God has given you. So remember that one. Yesterday I was telling to one of the pastor, I spend enough time and money, my energy to make friendship. Finally, I understood that all friends betrayed, but Jesus will never betray you. Jesus will never betray you. So, dear children of God, as my time is getting short, I want to conclude here. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തില് നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ നാം ഒരു പക്ഷേ പലരെയും സ്നേഹിക്കുന്നതായിരിക്കാം. They may not love you. But അങ്ങനെയല്ല. When we love Jesus, കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു 1 കൊരിന്ത്യർ 8:3 if someone loves God, Jesus know him. ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം അവനെ അറിയുന്നു. So, dear children of God, today I want to encourage you. 3 places, 3 different persons, costliest things offered to Jesus and anointed him. ഒന്നാമത് പട്ടണത്തിലെ ഏറ്റവും വലിയ പാപി, അവരുടെ പാപം ക്ഷമിപ്പാനിടയായി. രണ്ടാമത് ലാസറിന്റെ സിസ്റ്റർ മറിയ, ദൈവം ചെയ്ത ഉപകാരത്തിന് as a reward she offered that anointment God. Thirdly, in the leprosy person, when she got a chance, she offered that ointment to God. അവൾ ചെയ്തത് ദൈവം അറിഞ്ഞു. And Jesus appreciated her. നമുക്ക് ലഭിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവനാമം ഉയർത്തുവാൻ when we നാം ലഭിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.